ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ മിനിമം റെഡീം എന്ന് പറയുന്നത് ₹1 മാത്രമാണ്. നമുക്ക് ഡെയിലി ഏകദേശം 1 അല്ലെങ്കിൽ ₹2 വെച്ച് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ വർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ ഞാടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വ്യൂ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് കുറേ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഇത് ലോങ് ടൈമായി വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആ സെൻറ്ററിൻ്റെ ഓപ്ഷൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ചോദിക്കുന്നതായിരിക്കും. ആദ്യം നമ്മളിതിൽ സൈനപ്പ് ചെയ്യണം. അപ്പോൾ സൈനപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂ യൂസർ ആൻഡ് സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെയിം, മൊബൈൽ നമ്പർ, റെഫർ കോഡ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ റെഫർ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടിഎം നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഒരു ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ്റെ ഭാഗത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഡാഷ്ബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പേയ്മെൻറ്റ് ഇതുവരെയൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ആപ്ലിക്കേഷനിൽ ബഗ്ഗും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടീസ് ഭാഗത്ത് കാണാൻ കഴിയും. ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കണം. നമ്മൾ ഡാഷ്ബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കംപ്ലീറ്റ് ടുഡേ വർക്ക് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 11 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും സെക്കൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുക. അപ്പോൾ ഇതിന് ആ സെക്കൻഡ്, അതായത് ആ ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 2 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആഡും കാര്യങ്ങളും വന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക. വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ടൈമിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ചില സമയങ്ങളിൽ ബഗ് കാര്യങ്ങൾ വരെ സാധ്യതയുണ്ട്. ഇതിൽ ഏകദേശം നമുക്ക് ₹1 ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെയിലി ഒന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഏകദേശം ഒരാഴ്ചയൊക്കെ നിലനിൽക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2-3 ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ടി വരും. നമുക്ക് താഴെ കൊടുത്തൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ആ ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഏകദേശം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റാൾ ടാസ്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 11 ഇംപ്രഷൻ ടാസ്ക്കും ഒരു ഇൻസ്റ്റാൾ ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ റെഡീം ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ റെഡീം ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് വലിയ രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ മൈ വാലറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ₹1 ഏൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിഡ്രോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ₹1 മാത്രമേ മിനിമം റെഡീം ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ₹1 മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇതിൽ ഏൺ ചെയ്യാൻ പറ്റില്ല. അയച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. ₹1 ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വലിയ രീതിയിലൊന്നും എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏകദേശം ₹1 പെൻഡിങ്ങിലാണ്. ഏകദേശം ഒരു 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. പേയ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.